ഭഗവത്ഗീത മനുഷ്യനെ ഉയർത്തുന്ന ശാശ്വത ജീവിത ശാസ്ത്രം. നമസ്കാരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഭഗവത്ഗീത. എന്നാൽ ഗീതയെ ഒരു മതഗ്രന്ഥമായി മാത്രം കാണുന്നത് അതിൻ്റെ മഹത്വത്തെ ചുരുക്കി കാണിക്കുന്നതാണ്. ഗീത ഒരു പ്രത്യേക മതത്തിനു വേണ്ടി എഴുതപ്പെട്ടതല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിനു വേണ്ടിയും അല്ല. അത് മനുഷ്യ മനസ്സിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കുന്ന ഒരു ശാശ്വത ജീവിത ശാസ്ത്രമാണ്. ഇന്ന് മനുഷ്യന് അറിവുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇപ്പോഴും ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് സമ്മർദ്ദം, നിരാശ, അസൂയ, കോപം, അശാന്തി എന്നിവ വർദ്ധിക്കുന്നത്? കാരണം മനുഷ്യൻ പുറം ലോകത്തെക്കുറിച്ച് എല്ലാം പഠിച്ചു, പക്ഷേ സ്വന്തം മനസ്സിനെ കുറിച്ച് പഠിക്കാൻ മറന്നു. അവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ തകർന്നു നിൽക്കുകയായിരുന്നു. ശക്തനായ യോദ്ധാവായിരുന്നിട്ടും ആശയക്കുഴപ്പവും ഭയവും നിരാശയും അദ്ദേഹത്തെ പിടികൂടി. അപ്പോൾ ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശമാണ് ഭഗവത്ഗീത. നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. അർജുനൻ മാത്രം യുദ്ധഭൂമിയിലായിരുന്നോ? അല്ല. ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഓരോ മനുഷ്യനും ഒരു അർജുനനാണ്. തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ, ബന്ധങ്ങൾ തകരുമ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ, ജീവിതം അർത്ഥശൂന്യമെന്ന് തോന്നുമ്പോൾ നാം ഓരോരുത്തരും അർജുനന്റെ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അതിനാലാണ് ഗീത ഇന്നും പ്രസക്തമായിരിക്കുന്നത്. ഗീതയുടെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? നീ സാഹചര്യങ്ങളുടെ അടിമയല്ല. നിന്റെ മനസ്സാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി. നീ കരുതുന്നതിലും മഹത്തായ ഒരാളാണ് നീ. ഗീത നമ്മെ പഠിപ്പിക്കുന്നത് പോസിറ്റീവ് ചിന്ത എന്നത് വെറും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നതാണ്. മറിച്ച് എന്ത് സാഹചര്യം ഉണ്ടായാലും തകരാതെ നിൽക്കുവാനുള്ള ആന്തരിക ശക്തിയാണ് യഥാർത്ഥ പോസിറ്റിവിറ്റി. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലിയെ, സമ്പത്തിനെ, സ്ഥാനത്തെ, ശരീരത്തെ, വിജയത്തെ ഇതൊക്കെയാണ് ഞാൻ എന്ന് കരുതുന്നത്. പക്ഷേ ഗീത ചോദിക്കുന്നു, നീ യഥാർത്ഥത്തിൽ ആരാണ്? നിന്റെ ജോലി മാറാം, നിന്റെ സമ്പത്ത് മാറാം, നിന്റെ ശരീരം മാറാം, നിന്റെ വികാരങ്ങൾ പോലും മാറാം. പക്ഷേ ഇതെല്ലാം അനുഭവിക്കുന്ന ആ സാക്ഷി ആരാണ്? ഈ ചോദ്യമാണ് ഗീത മനുഷ്യന് മുന്നിൽ വെക്കുന്നത്. ഈ ആത്മാന്വേഷണം ആരംഭിക്കുന്ന നിമിഷം മുതൽ മനുഷ്യൻ മാറിത്തുടങ്ങുന്നു. അവൻ ഭയത്തിൽ നിന്നും ധൈര്യത്തിലേക്ക് നീങ്ങുന്നു. അവൻ ആശങ്കയിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങുന്നു. അവൻ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ പ്രമുഖ ചിന്തകരും ശാസ്ത്രജ്ഞരും നേതാക്കളും ഗീതയെ ആദരിച്ചത്. കാരണം ഗീത ഒരു മതം പഠിപ്പിക്കുന്നില്ല, ഗീത മനുഷ്യനെ പഠിപ്പിക്കുന്നു. ഗീത ആരാധനയേക്കാൾ പ്രധാനമായി ആത്മബോധത്തെ പഠിപ്പിക്കുന്നു. ഗീത വിഭജനത്തെക്കാൾ ഐക്യത്തെ പഠിപ്പിക്കുന്നു. ഗീത ഭയത്തേക്കാൾ ധൈര്യത്തെ പഠിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ദിവസവും ഭക്ഷണം വേണം. ശരീരത്തിന് അത് അത്യാവശ്യമാണ്. അതുപോലെ മനസ്സിനും ആത്മാവിനും ഒരു പോഷണം വേണം. ആ പോഷണമാണ് ഭഗവത്ഗീത. ഓരോ തവണ ജീവിതം നമ്മെ പരീക്ഷിക്കുമ്പോഴും, ഓരോ തവണ നാം തളരുമ്പോഴും, ഓരോ തവണ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും ഗീത നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നീ പരിമിതനായ ഒരാളല്ല. നിന്റെ ഉള്ളിൽ അളവറ്റ ശക്തിയുണ്ട്. എഴുന്നേൽക്കുക, ജാഗരൂകനാകുക, നിന്റെ കർത്തവ്യം ചെയ്യുക. അതുകൊണ്ട് ഭഗവത്ഗീത ഒരു പുസ്തകമല്ല, അത് മനുഷ്യനെ അവനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കണ്ണാടിയാണ്. അത് മതത്തിൻ്റെ ഗ്രന്ഥമല്ല, മനുഷ്യരാശിയുടെ ഗ്രന്ഥമാണ്. നന്ദി.